ഹായ്, ഇത് ഫിസിക്സ് 6th ക്ലാസ്സിലെ നോട്ട്സാണ്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, അതിൻ്റെ യൂസസ് ആണ്. നെയിം ദ പാർട്ട് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ചേഞ്ചസ് ടു ഹീറ്റ് എനർജി. ഹീറ്റിംഗ് കോയിൽസ് ആണ് ആൻസർ. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ് ടു മേക്ക് ദിസ് പാർട്ട്? നിക്രോം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഹീറ്റിംഗ് കോയിൽസ്. അപ്പോൾ നിക്രോം എന്താണ്? നിക്രോം ഈസ് എൻ അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് സച്ച് സബ്സ്റ്റൻസസ്? അപ്പോൾ ഹീറ്റിംഗ് കോയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ വസ്തുക്കളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുന്നത്. ഹൈ റെസിസ്റ്റിവിറ്റി ആണ്. എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തിരിഞ്ഞു പോകരുത്, രണ്ട് ടേംസ് ആണ്. റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. റെഡ് ഹോട്ട് കണ്ടീഷനിൽ ലോങ് സമയത്ത് ഓക്സിഡൈസ്ഡ് ആവാണ്ടിരിക്കാനുള്ള കഴിവിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് റെസിസ്റ്റൻസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. തിരിയരുത്. ഇപ്പോൾ റെഡ് ഹോട്ട് കണ്ടീഷനിലും ആ ഒരു കണ്ടീഷൻ ഓക്സിഡൈസ്ഡ് ആവാണ്ട് ഒരുപാട് സമയത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവാണ് റെസിസ്റ്റിവിറ്റി. ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ് റെസിസ്റ്റിവിറ്റി കൂടുതലുള്ള മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത. ഇനി സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് പഠിക്കാം. സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ്. Write the function of a safety fuse in the electric circuit. Safety fuse is a device which protects us and the appliances from danger when an excess current flows through the circuit. സർക്യൂട്ടിലൂടെ അമിതമായിട്ടുള്ള വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് ഉപകരണങ്ങളെയും അത് ഉപയോഗിക്കുന്ന നമ്മളെയും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ഈ സേഫ്റ്റി ഫ്യൂസ് ചെയ്യുന്നത്. വിച്ച് മെറ്റീരിയൽ ഇസ് യൂസ് ടു മേക്ക് ഫ്യൂസ് വയർ? ഫ്യൂസ് വയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു വയറിൻ്റെ മെറ്റീരിയൽ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫ്യൂസ് വയർ ഉണ്ടാക്കുന്നത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയ് വെച്ചിട്ടാണ്. ഫ്യൂസ് വയർ ആൻഡ് അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഫ്യൂസ് വയർ? ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകത എന്താണ്? മെൽറ്റിംഗ് പോയിൻറ്റ് കുറവായിരിക്കും കേട്ടോ, ലോ മെൽറ്റിംഗ് പോയിൻറ്റ്. വിച്ച് ആർ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് കോസ് ഹൈ ഇലക്ട്രിക് കറണ്ട് ലീഡിങ് ടു മെൽറ്റിംഗ് ഓഫ് ഫ്യൂസ് വയർ? അപ്പോൾ പറഞ്ഞായിരുന്നു, ഒരുപാട് കറണ്ട് വരുന്ന സമയത്താണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂസസ് യൂസ് ചെയ്യുന്നത്. ഫ്യൂസ് വയറിന് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏത് സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിൽ ഒരുപാട് കറണ്ട് വരുന്നതാണ് ക്വസ്റ്റ്യൻ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ് സമയത്തുമാണ് ഒരുപാട് കറണ്ട് വരുന്നത്. ഹൗ ഇസ് ദ ഫ്യൂസ് വയർ കണക്റ്റഡ് ടു എ സർക്യൂട്ട്? എങ്ങനെയാണ് നമ്മൾ ഫ്യൂസ് വയർ ആണെങ്കിൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്? സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് ഈ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷോർട്ട് സർക്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞു, ഓവർലോഡിങ് പറഞ്ഞു. ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ഇഫ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി ഓർ ദ ടു വയേഴ്സ് ഫ്രം ദ മെയിൻസ് come into contact without the presence of a resistance in between, they are said to be short circuited. ഇപ്പോൾ ഒരു ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവ് ടെർമിനൽസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ രണ്ട് വയേഴ്സിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് ടെർമിനൽസ് ആണെങ്കിൽ മെയിൻസ് എന്നുള്ള രണ്ട് വയേഴ്സിൻ്റെ രണ്ട് എൻഡ് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രതിരോധം ഇല്ലാണ്ട് കോണ്ടാക്റ്റിൽ വരികയാണ്, ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരികയാണെങ്കിലാണ് ഷോർട്ട് സർക്യൂട്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ. Then about overloading, a circuit is said to be overloaded if the total power of all the appliances connected to it is more than what the circuit can withstand. സർക്യൂട്ടിന് താങ്ങാൻ കഴിയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഉപകരണങ്ങൾ നമ്മൾ ആ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ആ സർക്യൂട്ട് ഓവർലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. Then ampere range. Ampere range is the ratio of the power of an equipment to the voltage applied. Amperage increases with the thickness of the conductor. Amperage എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷ്യോ ആണ്. ഒരു ഉപകരണത്തിൻ്റെ പവറും വോൾട്ടേജും തമ്മിലുള്ള പവറും വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ ആണ് ആംപേറേജ് എന്ന് പറയുന്നത്. ഈ ആംപേറേജ് എന്ന് പറയുന്നത് വയറിൻ്റെ അല്ല കണ്ടക്ടറിൻ്റെ തിക്നെസ് ഉണ്ടല്ലോ, അത് കൂടുന്നതിനനുസരിച്ചിട്ട് ആംപേറേജ് കൂടും. ഇനി when a fuse wire is included in a household wiring, what are the precautions to be taken? നമ്മൾ ഒരു ഹൗസ് ഹോൾഡ് വയറിങ്ങിൽ ഒരു ഫ്യൂസ് വയർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ്. ദ എൻഡ്സ് ഓഫ് ദ ഫ്യൂസ് വയർ മസ്റ്റ് ബി കണക്റ്റഡ് ഫേംലി അറ്റ് അപ്രോപ്രിയേറ്റ് പോയിൻറ്റ്സ്. ഈ ഫ്യൂസ് വയറിൻ്റെ
അറ്റഭാഗം അഗ്രഭാഗങ്ങൾ എൻഡ് പോർഷൻസ് അപ്രോപ്രിയേറ്റ് പോയിൻറ്റ്സിൽ കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ദ ഫ്യൂസ് വയർ ഷുഡ് നോട്ട് പ്രൊജക്റ്റ് ഔട്ട് ഓഫ് ദ കാരിയർ ബേസിൽ നിന്ന് ഈ ഫ്യൂസ് വയർ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല. ആ ഫ്യൂസ് വയർ ഓഫ് സ്യൂട്ടബിൾ ആംപിയറേജ് ഷുഡ് ബി യൂസ്ഡ്. കറക്റ്റായിട്ടുള്ള ആംപിയറേജ് എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. പവർ ടു വോൾട്ടേജ്, പവറിൻ്റെയും വോൾട്ടേജിൻ്റെ റേഷ്യോ ആണ് ആംപിയറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂസ് വയർ കറക്റ്റായിട്ടുള്ള ആംപിയറേജ് ഉള്ളത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഫ്യൂസ് വയർ യൂസ് ചെയ്യുന്നതിൻ്റെ ശരിക്കുമുള്ള ഉപയോഗങ്ങൾ നമുക്ക് നേടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഓവർലോഡിങ് എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഗുണത്തെക്കാളും ദോഷമായിരിക്കും ഉണ്ടാവുക. ഓക്കെ.